ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ യൂണിഫോം സർക്കുലർ മോഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് നന്നായിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ടൈം കുറച്ചെടുത്തിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ തിയറി ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരാം. അതുകൊണ്ട് ഞാൻ കുറച്ച് തിയറിയും കൂടെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഇക്വേഷൻസ്. ഇപ്പം നമ്മൾ സാധാരണ ലീനിയർ മോഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ വെലോസിറ്റി അതെല്ലാം നമ്മൾ പറഞ്ഞു. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കുലർ മോഷനാണ്. അതായത് ഒരു പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുന്നു. അതിൻ്റെ ഒരു റേഡിയസ് ആറെന്ന് വിചാരിക്കാം. ഒരു സർക്കിൾ ഉണ്ട്. അപ്പം നമ്മുടെ ഒരു ബോളോ ഒരു പാർട്ടിക്കിളോ ഒരു സർക്കുലർ പാത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇത് സെൻറ്ററാണ്, ഒറിജിൻ. ഇത് മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഫാൻ കറങ്ങുന്നത്, ഫാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കറങ്ങുമ്പോഴാണ് അത് യൂണിഫോം സർക്കുലർ മോഷനാണ്. കാരണം ഒരേ സ്പീഡിലാണ് അത് കറങ്ങുന്നത്. അതേപോലെ തന്നെ നമ്മൾ കുട്ടികളൊക്കെ ഇങ്ങനെ നമ്മൾ കീ ചെയിനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കറക്കുമല്ലോ, കയ്യിലിങ്ങനെ വെച്ചിട്ട് കറക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് കറക്കുക. അങ്ങനെയൊക്കെയുള്ള കേസിൽ അതെല്ലാം നമ്മളെ പോലെ യൂണിഫോം സർക്കുലർ മോഷനാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് കാണുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ സാറ്റലൈറ്റ്സ് ഒക്കെ നമ്മളിങ്ങനെ ISRO അങ്ങോട്ട് വിടുമല്ലോ, സ്പേസിലേക്ക് പോയിട്ട് അത് നമ്മുടെ എർത്തിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നത്. അതും ആക്ച്വലി ഈ സർക്കുലർ മോഷൻ, യൂണിഫോം സർക്കുലർ മോഷൻ തന്നെയാണ്. അതാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് ഇവർ സാറ്റലൈറ്റ് അങ്ങോട്ട് വിക്ഷേപിച്ചു, എന്നിട്ട് അത് കറക്റ്റ് അതിൻ്റെ ഓർബിറ്റിലായി എന്ന് പറയുമല്ലോ. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് വേറെ നമ്മൾ എനർജി ഒന്നും കൊടുക്കേണ്ടത്, ഓട്ടോമാറ്റിക്കലി ആ എർത്തിൻ്റെ പുള്ളുകൊണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് അതങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നോളും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഇങ്ങനെ പോയത് അതേമാതിരി താഴേക്ക് വീഴുന്നത്. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷന് പകരം അതെന്തായി മാറും? നമ്മളെ പ്രൊജക്റ്റൈൽ മോഷനായി പോകും. നേരെ നിലത്തേക്ക് വീഴും, അല്ലെ പുറത്തേക്ക് വീഴും. ഓർബിറ്റിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അതിന് പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല, അത് പുറത്തേക്ക് തെറിച്ചു പോകും. അപ്പോൾ ഈ ഒരു യൂണിഫോം സർക്കുലർ മോഷന് മിക്കവാറും നിങ്ങൾ ISROയിലൊക്കെ പോയി കഴിയുമ്പം കറക്റ്റായിട്ട്, അപ്പം നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ അവർ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് യൂണിഫോം സർക്കുലർ മോഷനും അതിൻ്റെ ബാക്കിയുള്ള ഹയർ കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം ആ എർത്തിൻ്റെ ഓർബിറ്റിൽ അതിനെ എങ്ങനെ നിർത്താം, അത് മാറിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാകും, അതൊക്കെ തന്നെയാണ് നമ്മൾ അതിനകത്തുള്ളത്. ഇവിടെ നമ്മൾ ബേസിക് കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഇത് നമ്മൾ റേഡിയസ് പിന്നെ ഇങ്ങനെയൊക്കെ പോകുന്നതാണ്. ഇതിന് ഒരു സ്പീഡ് ഉണ്ടാവില്ല, ഒരു സ്പീഡിലാണല്ലോ ഇത് കറങ്ങുന്നത്. ആ സ്പീഡ് എന്ന് പറയുന്നത് എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ സ്പീഡിൻ്റെ ഇക്വേഷൻ നമുക്ക് പറയാം. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ നോക്കുക, ഇവിടെ നിന്ന് ഒരു ബോൾ സ്റ്റാർട്ട് ചെയ്ത് ഇതിൽ കൂടെ കറങ്ങി ഇവിടെ തന്നെ എത്തിയെന്നായിരിക്കും. ഇതൊരു പോയിൻ്റ് A ആണ്. പോയിൻ്റ് A, ഇത് പോയിൻ്റ് B എന്ന് വിചാരിക്കും, ഓപ്പോസിറ്റ് പോയിൻ്റ് സെൻറ്ററോ. അപ്പോൾ പോയിൻ്റ് Aയിൽ നിന്ന് ഇത് Bയിലെത്തി, പിന്നെ Bയിൽ നിന്ന് Aയിലെത്തി. അപ്പോൾ 1 കംപ്ലീറ്റ് റൊട്ടേഷൻ ഈ ബോൾ കവർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് എത്രയാണ്? അതെന്താണ്? ഇതിൻ്റെ പെരിമീറ്റർ ആയിരിക്കും. ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2π × r. അത് ഓക്കെ ആണല്ലോ. അത് ട്രാവൽ ചെയ്ത ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? ഇത് ടൈം പീരീഡ് എന്താ? ടൈം റിക്വയർഡ് ഫോർ 1 കംപ്ലീറ്റ് റെസൊല്യൂഷൻ, അല്ല 1 കംപ്ലീറ്റ് റൊട്ടേഷൻ, അതിന് വേണ്ടിയിട്ടുള്ള ടൈമാണ് നമ്മുടെ ടൈം പീരീഡ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പീഡിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ആ സ്പീഡിൻ്റെ ഇക്വേഷൻ, സ്പീഡെന്ന് പറയുന്നത് ഈ എൻ്റയർ സ്ഥാനത്തും സെയിം ഈക്വൽ സ്പീഡായിരിക്കും. എവിടെ വെച്ചാലും സ്പീഡ് സെയിം ആയിരിക്കും. ബട്ട് വെലോസിറ്റി എന്ന് പറയുന്നതിന് എന്തുണ്ട്? സ്പീഡിന് നമുക്ക് ഡയറക്ഷൻ ഇല്ല. വെലോസിറ്റി എന്ന് പറയുമ്പം അതിന് ഡയറക്ഷൻ മാറുന്നുണ്ടാവും. ഇവിടുന്ന് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ പറഞ്ഞാൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, നമ്മുടെ ചെയിനൊക്കെ ഇട്ടിട്ട് അത് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് തെറിച്ച് പോയി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും? അത് ഔട്ടറിലേക്ക് പുറത്തേക്കാണ് തെറിച്ച് പോകുന്നത്, അല്ലേ? ഇതിങ്ങനെ പുറത്തേക്ക് തെറിച്ച് പോകും. അപ്പോൾ കറക്റ്റ് ഇവിടെ വരുമ്പം ഇതിന് വളവ് കാണത്തില്ല, ഇത് കറക്റ്റ് ഹൊറിസോണ്ടലായിരിക്കും. ടാൻജൻറ്റ് ഇവിടെ വരുമ്പോൾ കറക്റ്റ് വെർട്ടിക്കലായിരിക്കും. ഇവിടെയൊക്കെ ഇത് ചെരിഞ്ഞ് വരും. ഇവിടെയൊക്കെ ആക്ച്വലി ഇതിന് 2 വെലോസിറ്റി കാണും, ഇങ്ങനെയും ഇങ്ങനെയും. പക്ഷേ ഇവിടെ വന്നിട്ട് ഒരെണ്ണേ കാണത്തുള്ളൂ, ഒരെണ്ണം ഉള്ളിലേക്ക്, ഉള്ളിലേക്ക്. ഇവിടെ വരുമ്പോൾ ആകെ ഹൊറിസോണ്ടൽ മാത്രമേ ഉള്ളൂ, അല്ല ഇവിടെ വരുമ്പോൾ ആകെ വെർട്ടിക്കലേ ഉള്ളൂ, ഹൊറിസോണ്ടൽ ഇല്ല. ഹൊറിസോണ്ടൽ 0 ആയിരിക്കും. ബാക്കി എല്ലായിടത്തും ഇത് 2 ഡയറക്ഷനിലും. ഈ പറയുന്നിടത്തൊക്കെ ഇത് അപ്വേർഡ് ആയിരിക്കും, VY, ഇത് VX. അപ്പോൾ ഓരോ പോയിന്റിലും ഡിഫറെൻ്റ് ആയിട്ട് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റിയുടെ ഡയറക്ഷൻ, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ വെലോസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ സ്പീഡിൻ്റെ വാല്യൂ തന്നെയായിരിക്കും, V തന്നെയായിരിക്കും. പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും ഓരോരുത്തർക്കും. കാരണം ഞാൻ ഇപ്പോൾ ഇവിടെ കൂടെ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങാമെന്ന് വിചാരിച്ചോ, ഞാൻ ഒരേ സ്പീഡിലാണ് കറങ്ങുന്നത്, പക്ഷേ എൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും, അല്ലേ? ഡയറക്ഷൻ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഔട്ട്വേർഡ് ഡയറക്ഷനാണ്. അപ്പോൾ ഡയറക്ഷൻ മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത്?
ഇത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? നമ്മളിങ്ങനെ കൈ കൊണ്ട് കറക്കുമ്പം അത് നിൽക്കുന്നതിൻ്റെ കാരണം അതിന് സെൻറ്ററിലുള്ള ഫോഴ്സ് കൊണ്ടാണ്. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടാണ്? ഫോഴ്സ് ഈസ് ടുവേർഡ്സ് സെൻറ്റർ. ഫോഴ്സ് ഉള്ള ഭാഗത്തായിരിക്കും അതിൻ്റെ ആക്സിലറേഷൻ, അല്ലേ? വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് ആക്സിലറേഷൻ വരുന്നത്. വെലോസിറ്റി ചേഞ്ച് ചെയ്തില്ലായിരുന്നെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഇല്ല. അപ്പോൾ ആ ആക്സിലറേഷൻ്റെ ഫോഴ്സ് സെൻറ്ററിലേക്കാണ്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയാം. അതുകൊണ്ടുണ്ടാകുന്ന ഫോഴ്സാണ് എന്ത്? സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ, AC. അതുപോലെ തന്നെ സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പോൾ AC എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രിപിറ്റൽ എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് സെൻറ്റർ, സെൻറ്ററിനോട് വളരെ അടുത്ത്. അതുകൊണ്ടാണ് സെൻറ്റർ. അപ്പോൾ ഇതിൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. പ്രോബ്ലംസ് അല്ലാതെ തിയറി ചോദിക്കുന്നതാണ്. എന്തൊക്കെ ചോദിക്കാം? ഒന്ന്, ഇതിൻ്റെ സ്പീഡ് എല്ലായിടത്തും. സ്പീഡ് ഈസ് സെയിം എവരിവെയർ, അല്ലേ? സ്പീഡ് സെയിം ആണ്, ബട്ട് വെലോസിറ്റി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. സ്പീഡ് എല്ലായിടത്തും സെയിം ആയിരിക്കും, വെലോസിറ്റി ഡിഫറെൻ്റ് ആണ്. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഈ സ്പീഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ മാറുന്നതുകൊണ്ട് ആണ് വെലോസിറ്റി ഡിഫറെൻ്റ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ആക്സിലറേഷൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ടുവേർഡ്സ് സെൻറ്റർ ആണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ അതിന് ചോദിക്കാനുള്ളൂ. പിന്നെ നമുക്ക് പിള്ളേർക്ക് എപ്പോഴും ഡൗട്ടുള്ള കേസാണ് ഈ സ്പീഡ്, ഈ വെലോസിറ്റി എല്ലാവർക്കും അറിയാം. പക്ഷേ ആംഗുലർ വെലോസിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇതെന്താ സംഭവം ഒന്നും ഒരു ഐഡിയ ഇല്ല. ആംഗുലർ വെലോസിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലീനിയർ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലീനിയർ ഇങ്ങനെ കറങ്ങുമ്പോഴുള്ളതാണ്. ഇനി നമ്മുടെ ആംഗുലർ സ്പീഡ് അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി, അതാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഒമേഗ. എന്ന് പറഞ്ഞാൽ എന്താ? ഇതേപോലെ തന്നെ ഒരു സർക്കിളിൽ ഇങ്ങനെയാണ്. ഞാനിപ്പോൾ അവിടെ എല്ലാം കൂടെ എഴുതി കൺഫ്യൂഷൻ ആക്കേണ്ടതെന്ന് ചോദിച്ചിട്ടാണ്. എത്ര ആംഗിൾ ആയിരിക്കും? തീറ്റ. അപ്പോൾ ഇത് നമ്മുടെ O ആണ്, ഇത് റേഡിയസ് തന്നെ. ഇവിടെ നിന്ന് ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ വരെ വരുമ്പം എത്ര ആംഗിൾ അത് കവർ ചെയ്തു, അതാണ് ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ എത്രയായിരിക്കും അത് കവർ ചെയ്ത ആംഗിൾ എന്ന് പറഞ്ഞാൽ? തീറ്റ, അല്ലേ? അത് ആ തീറ്റയാണ് ഇതിൻ്റെ ആംഗുലർ വെലോസിറ്റി. ആംഗുലർ വെലോസിറ്റി അല്ല, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ആംഗുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തീറ്റ. ആ തീറ്റ നമുക്കറിയാം. നമ്മളെങ്ങനെയാണ് ഈ തീറ്റ ഇൻ ഡിഗ്രി അല്ല, നമ്മൾ SI സിസ്റ്റത്തിൽ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് റേഡിയൻസിലാണ്. അപ്പം നമ്മൾ ഇതേമാതിരി തന്നെ ഈ ആംഗുലർ വെലോസിറ്റി എടുക്കുകയാണെങ്കിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഇതേപോലെയാണ് നമ്മൾ ഇവിടെ 2πr എടുത്തില്ലേ ടോട്ടൽ. ഇതേമാതിരി ടോട്ടൽ ഇത് കവർ ചെയ്യുവാണെങ്കിൽ, ഒരു ബോൾ ടോട്ടൽ ഇത് കവർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ആംഗിൾ എത്രയായിരിക്കും? 360 ഡിഗ്രി, അല്ലേ? അതിന് വേണ്ടി വരുന്ന ടൈമും T തന്നെയാണ്. കാരണം ദിസ് ഈസ് എ ടൈം റിക്വയർഡ് ഫോർ 1 കംപ്ലീറ്റ് റൊട്ടേഷൻ. അപ്പോൾ 360 ഡിഗ്രീനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? റേഡിയനിലേക്ക് മാറ്റണം. 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര റേഡിയനാണ്? 2π. 180 എന്ന് പറഞ്ഞാൽ പൈ, 90 എന്ന് പറഞ്ഞാൽ π/2. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ 360 ഡിഗ്രിയാണ് നമ്മൾ എന്ത് ചെയ്തു? 2π/t ആക്കി. അപ്പം നമ്മുടെ ഒമേഗ എന്ന് പറയുന്നത് 2π/t. അപ്പോൾ V എന്താണ്? V = 2πr/t ആണ്. അപ്പോൾ നമ്മൾ ഈ 2π/t ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ωr. അപ്പോൾ ഇത് തമ്മിലുള്ള ഇക്വേഷൻ മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ ലീനിയർ വെലോസിറ്റി. ഇത് ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് V = ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ω/r. ഞാൻ എഴുതിയിട്ടുണ്ടോ? ഇത് തന്നെ. V = ω/r. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t. അപ്പോൾ ഇവിടെ ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t. അപ്പോൾ ഇതെല്ലാം വന്ന് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ രണ്ടെണ്ണം കാണാതെ പഠിച്ചാലും മതി. ഇത് മനസ്സിലായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം തിയറിയൊക്കെ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് ആക്സലറേഷൻ്റെ ഇക്വേഷനാണ്. ആക്സലറേഷൻ നിങ്ങളങ്ങ് പഠിച്ചാൽ മതി. ആക്സലറേഷൻ = r⍵². ആക്സലറേഷൻ ലീനിയർ, സെൻട്രിപിറ്റൽ ആക്സലറേഷൻ നമ്മുടെ ലീനിയറിൻ്റെ പറയുകയാണെങ്കിൽ v²/r. ഇതിൻ്റെ ഡെറിവേഷനൊക്കെ പോകുമ്പോൾ ഒരുപാടായിപ്പോവും. അപ്പോൾ ഇത് രണ്ടും പഠിച്ചിട്ട് ഇത് രണ്ടും പിന്നെ നമ്മുടെ വെലോസിറ്റി = ωr, അത് ഓർക്കുക. അതുപോലെ തന്നെ മറ്റേ ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 2πr/t. ഒമേഗ = 2π/t. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കുക. ഇത് വെച്ച് നമുക്ക്
ഇതുവരെയുള്ള പ്രോബ്ലംസ് എല്ലാം നമുക്ക് ചെയ്യാം. തിയറി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് വരാൻ പോകുന്ന ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അടുത്ത പ്രോബ്ലം നമുക്ക് 2015 ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇനിയും മോക്ക് ടെസ്റ്റും ഒക്കെ ചെയ്യാൻ നേരത്തെ ഒരു കോൺഫിഡൻസ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രോബ്ലംസ് നിങ്ങൾ മാക്സിമം ചെയ്ത് പഠിക്കുക. സ്വന്തമായിട്ട് അറിയത്തില്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലനേഷൻ നോക്കുക, അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി സ്വന്തമായിട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മോക്ക് ടെസ്റ്റോ അല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യാനായിട്ടുള്ള ഒരു അറ്റ്ലീസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ടെങ്കിലും ഉള്ള ഒരു ഇൻട്രസ്റ്റ് വരും. അത് ചെയ്ത് നമുക്ക് ആൻസേഴ്സ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പിന്നെ കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് വരും. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇത് വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻ എയ്റോപ്ലെയിൻ ഈസ് ഫ്ലൈയിങ് വിത്ത് എ യൂണിഫോം സ്പീഡ് ഓഫ് 150. ഒരു എയ്റോപ്ലെയിൻ ഒരു 150 km/h മൂവ് ചെയ്യുകയാണ്. എവിടെ കൂടെയാണ് പോകുന്നത്? എലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിൾ, ശരിക്കും അങ്ങനെയൊന്നും റിയലി പ്രാക്ടിക്കലി മൂവ് ചെയ്യാനൊന്നും പറ്റത്തില്ല എയ്റോപ്ലെയിന്, ബട്ട് അവർ പറയുവാണ് അങ്ങനെ ചെയ്യുന്നതെന്നും. ഇങ്ങനെ ഒരു എയ്റോപ്ലെയിൻ ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുവാണ്. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ, ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഹാഫ് ഓഫ് ഇറ്റ്സ് റെവല്യൂഷൻ. അപ്പം ഈ പകുതി, അതായത് എയിൽ നിന്നും ബി വരെ എത്തുമ്പോഴത്തേക്കും അതിലുണ്ടാവുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ വെലോസിറ്റി എന്തായാലും ചേഞ്ച് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? സ്പീഡ് സെയിം ആയിരിക്കും, വെലോസിറ്റി ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ വെലോസിറ്റി, ഇത് വി. ഇതിൻ്റെ എല്ലാം എന്തായിരിക്കും? ഇതിൻ്റെ എല്ലാം മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ മാറും, മാഗ്നിറ്റ്യൂഡ് എല്ലാം സെയിം ആയിരിക്കും. ഈ വെലോസിറ്റി ഇങ്ങനെ പോകുന്നു, ഈ വെലോസിറ്റി ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് വിചാരിക്കുക. ഇനീഷ്യൽ വെലോസിറ്റി യു, ഫൈനൽ വെലോസിറ്റി, ഫൈനൽ അല്ല, നമ്മൾ ഈ ബിയിൽ എത്തുമ്പോഴത്തെ വെലോസിറ്റി വി ആണ്. അപ്പോൾ രണ്ടും എന്താ പറയുന്നത്? രണ്ടും നമ്മൾ പറഞ്ഞു വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം എന്തായിരിക്കും? 150 km/h. ഇതും അതുപോലെ തന്നെ 150 km/h ആയിരിക്കും. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്തായിരിക്കും? ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഡയറക്ഷൻ വ്യത്യാസം ഉണ്ടല്ലോ. യു എന്ന് പറയുന്നത് നമ്മൾ അപ്വേർഡ് ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്താൽ ഫൈനൽ ഡയറക്ഷൻ അല്ലെങ്കിൽ അപ്വേർഡ് ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കാം. ഇത് വന്നിട്ട് നെഗറ്റീവായിട്ട് വരും അല്ലേ? അപ്പോൾ യു ഇസ് ഈക്വൽ ടു പ്ലസ് 150 km/h. വി എന്ന് പറയുന്നത് മൈനസ് 150 km/h അല്ലേ? സെയിം യൂണിറ്റ് ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് സൈൻ ആയിരിക്കും. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? മൈനസ് 150 മൈനസ് എത്രയാണ് വന്നിരിക്കുന്നത്? 150. അപ്പോൾ രണ്ടും മൈനസ്, ഈ മൈനസ് ഇങ്ങോട്ട് രണ്ടും കുറയ്ക്കാനായതുകൊണ്ട് ഓപ്പോസിറ്റ് സൈൻ എടുത്ത് ആഡ് ചെയ്യണം. അപ്പോൾ എത്ര ആൻസർ വരും? മൈനസ് 300 km/h. അപ്പം നമുക്ക് അതിനകത്ത് യൂണിറ്റ് പറഞ്ഞിട്ടില്ല, അപ്പോഴ് മുകളിലേക്കാണോ താഴേക്കാണോ പ്ലസ് മൈനസ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഡി ഇസ് ആൻസർ. എങ്ങനെയാണ് വന്നെന്ന് മനസ്സിലായല്ലോ? ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ ഒരു യൂണിഫോം സർക്കുലർ മോഷൻ്റെ കേസിൽ എല്ലായിടത്തും നമ്മുടെ സ്പീഡ് സെയിം ആയിരിക്കും, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും സെയിം ആയിരിക്കും, വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാത്രമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പ്ലസ് എന്ന് എടുത്തു, പ്ലസ് 150, ഇത് മൈനസ് എന്ന് എടുത്തു, മൈനസ് ഇതിന്ന് മൈനസ് 150 ആയതുകൊണ്ടാണ് ഇത് മൈനസ് വന്നപ്പോൾ നമുക്ക് രണ്ടും ഇതിന്ന് കുറയ്ക്കുകയല്ലേ, അപ്പം ഓപ്പോസിറ്റ് സൈനിട്ട് ആഡ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് നമ്മൾ 300 എഴുതിയത്. ഇത് മനസ്സിലായെന്ന് കരുതുന്നു.